ഹായ് അസ്സലാമു അലൈക്കും. ഇനി നമ്മൾ ഒരുപാട് പൈസ കൊടുത്തൊന്നും പുറത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. വളരെ സിമ്പിളാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ചെഞ്ചട്ടി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പോപ്കോൺ ചേർത്ത് കൊടുക്കാം. പോപ്കോണാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമ്മൾ ചോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഞാനൊരു 3 കൈപ്പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയം പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ മാറ്റിയിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം. നിങ്ങൾക്കിത് പൊട്ടുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. ടപ്പ പൊട്ടും. അത് ലോ ഫ്ലെയിമിൽ വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതിലേക്ക് പൊഴിഞ്ഞു പോകും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇങ്ങനെ പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു കൊടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിയായിട്ട് നമുക്ക് ചൂടോടെ കഴിക്കാൻ പറ്റും. മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. കുറച്ചുണ്ടെങ്കിൽ നമുക്കൊരു പാത്രം നിറയെ ഉണ്ടാക്കാൻ പറ്റും. അത് ആ അടപ്പിൽ കാണുന്നത് ആ ഉപ്പും എണ്ണയൊക്കെ ഇങ്ങനെ തെളിക്കുമ്പോൾ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി നോക്കിക്കോ. എല്ലാവർക്കും ഇഷ്ടമാകും. സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.